പൈൽസ് തുടങ്ങുന്ന ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പൈൽസ് എന്ന് പറയുന്നത് 2-3 ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി, ഇങ്ങനെ 4 ഡിഗ്രി ആയിട്ടാണ് പൊതുവേ വരാറുള്ളത്. ഫസ്റ്റ് ഡിഗ്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യലി അത്ര പെട്ടെന്ന് ലക്ഷണങ്ങൾ അത് കാണിക്കണം എന്നില്ല. കാരണം അത് ഉള്ളിലുള്ള പൈൽസ്, ഇൻറ്റേർണൽ പൈൽസ് ആയിരിക്കാം പുറത്തുള്ളത്, എക്സ്റ്റേണൽ പൈൽസ് ആയിട്ടും വരാം. ഇൻറ്റേർണൽ പൈൽസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു പെയിനോ കാര്യങ്ങളോ മോഷണമൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടായിരിക്കാം. എക്സ്റ്റേണൽ പുറത്തുള്ള പൈൽസ് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മണി അല്ലെങ്കിൽ ചെറിയൊരു കുരുമുളകിൻ്റെ വലുപ്പത്തിൽ അല്ലെങ്കിൽ ചെറിയൊരു മുന്തിരിയുടെ വലുപ്പത്തിലൊക്കെ ആയിരിക്കും അത് ഇനീഷ്യലി നമുക്ക് കാണുന്നുണ്ടായിരിക്കുക. അതാണ് ഫസ്റ്റ് ഡിഗ്രി പൈൽസ്. സെക്കൻഡ് ഡിഗ്രി ആകുമ്പോൾ ഇതിനൊന്നും കൂടെ വലിപ്പം കൂടുന്നുണ്ടായിരിക്കും. ചെറിയ പെയിന് കാര്യങ്ങൾ ഉണ്ടാവാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചൊറിച്ചിൽ, ഇതൊക്കെ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ കാണുന്നതാണ്. തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി ഒക്കെ ആവുന്ന സമയത്തേക്കാണ് ഇത് കുറച്ചും കൂടെ ബൾജ് ചെയ്തിട്ട് ഒരു മുന്തിരിക്കൊല 2-3 മുന്തിരികളൊക്കെ അടുപ്പിച്ച് വെച്ച പോലെ ഇങ്ങനെ ഉണ്ടായിരിക്കും, ആ ഒരു ഫോമിൽ വരിക. അല്ലെങ്കിൽ മലം പോകാനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുക, അതിനെ തുടർന്നുണ്ടാകുന്ന ബ്ലീഡിങ്ങുകൾ ഉണ്ടായിരിക്കുക. ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി വരെ പൈൽസുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഓരോന്നിനും ലക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ആദ്യത്തെ സമയങ്ങളിലൊന്നും നമുക്ക് അങ്ങനെ പെയിൻ ഉണ്ടാവണമെന്നില്ല. എന്നാൽ ചിലർക്ക് നല്ല സിവിയർ ആയിട്ടുള്ള പെയിനുകൾ കാണാറുണ്ട്. അതിനെ തുടർന്ന് ഇത് ബ്ലീഡിങ് ഉണ്ടായിരിക്കാം, ചൊറിച്ചിലുണ്ടായിരിക്കാം, എരിച്ചിലുണ്ടായിരിക്കാം, മലശോധനയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. ഇതൊക്കെ പൈൽസിനുണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. ഈ പൈൽസും മലബന്ധവും അപ്പം പരസ്പരം റിലേറ്റഡ് ആണ്. ഈ പൈൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പൈൽസ് ഉണ്ടാവാം അല്ലേ? മലബന്ധമാണ് പലപ്പോഴും പൈൽസിന് കാരണമാക്കുന്നത്. പിന്നെ അതുകൂടാതെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് നേരം ഇരിക്കുന്നത്, ഒരുപാട് നേരം നിൽക്കുന്നത്, അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കുറയുന്നത്, വെള്ളം കൂടി കുറയുന്നത്, സ്ട്രെസ് ഉണ്ടാവുന്നത്, ഉറക്കക്കുറവ്, ഇതൊക്കെ പൈൽസിലോട്ട് നയിക്കാൻ കാരണമാവാറുണ്ട്. പലരിലുള്ളൊരു സംശയമാണ് ഈ പൈൽസ് ആണോ ഫിഷർ ആണോ എന്നുള്ളത്. ഈ പൈൽസും ഫിഷറും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? പൈൽസിൻ്റെ പൊതുവെ വേദന കുറച്ച് കുറവായിരിക്കും. ഫിഷർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കത്തിയെടുത്ത് മുറിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന എങ്ങനെയായിരിക്കും, അതേപോലെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള വേദനയായിരിക്കും. ശോധന അല്ലെങ്കിൽ മലം പോയി കഴിഞ്ഞാലായിരിക്കും സിവിയർ ആയിട്ടുള്ള പെയിനും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെയാണ് ബ്ലീഡിങ്ങും. പൈൽസിന് പൊതുവെ പെയിൻലെസ് ആയിട്ടുള്ള, വേദന ഉണ്ടാവാത്ത ബ്ലീഡിംഗ് ആണ് ഉണ്ടാവാറുള്ളത്. അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ആയിട്ട് മലം പോയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഡ്രോപ്പ് ആയിട്ട് തുള്ളി ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ് പൊതുവെ പൈൽസിന് കാണാറുള്ളത്. ഫിഷർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എരിച്ചിൽ, പുകച്ചിൽ, നമുക്ക് ഒന്ന് ബെഡിൽ ഇരിക്കാൻ പോലും പറ്റാതെ അത്രയും സിവിയർ ആയിട്ടുള്ള വേദനയും കാഠിന്യം നിറഞ്ഞതും ആവാനാണ് കൂടുതൽ സാധ്യത ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ മലത്തിന് ഒപ്പം ഉണ്ടാകുന്ന ബ്ലീഡിങ്, ഒരു ലൈൻ പോലെ മലത്തിലൊക്കെ ബ്ലീഡിങ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഫിഷർ ആവാനാണ് ചാൻസ് കൂടുതലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫിഷർ കൂടുതലും ഈ മലം പോയി കഴിഞ്ഞാൽ മലം ടൈറ്റ് ആകുമ്പോഴായിരിക്കും ഇവർക്ക് അവിടെ പൊട്ടി ആ ഭാഗത്ത് വിണ്ട് കീറി മുറിവുകളായിട്ട് ബുദ്ധിമുട്ടുകൾ കൂടുതൽ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ പൈൽസും ഫിഷറും ഉള്ള ആളുകൾക്ക് ഒരു തൊലി പോലെ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കാറുണ്ട്. അത് പലരിലും കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അതെങ്ങനെ തിരിച്ചറിയാം? ഈ പുറത്തേക്ക് നിൽക്കുന്ന ഈ തൊലിയാണ് ശരിക്കും സ്കിൻ ടാഗ് അല്ലെങ്കിൽ സെന്റിനൽ ടാഗ് എന്നാണ് അതിന് പറയുക. അത് മലം ഇങ്ങനെ ടൈറ്റായി പോകുന്നത് വഴി ഇതിങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് തൊലി ഇങ്ങനെ സാവധാനം പുറത്തേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ ഫിഷർ ഉണ്ടായിട്ട് അവിടെ ഉണങ്ങി ആ തൊലി ചിലപ്പോൾ ഇങ്ങനെ മുന്നോട്ട് വന്ന് നിൽക്കുന്നതോ ആയിരിക്കും. അത് നോർമൽ നമുക്ക് തൊട്ട് കഴിഞ്ഞ ഒരു തൊലി തൊടുന്ന പോലെ തന്നെയായിരിക്കും ഫീൽ ചെയ്യുക. പക്ഷെ ചിലർക്കത് പെയിൻ ഉണ്ടാവാറുണ്ട്. ആ സെന്റിനൽ ടാഗിന് എന്തെങ്കിലും നീർക്കെട്ടോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് അവർക്ക് പെയിന് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. അതത്ര ഡേഞ്ചറൊന്നുമല്ല. അല്ലെങ്കിൽ നമുക്കത് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേദനയോ കാര്യങ്ങളോ അതിനെന്തെങ്കിലും ഇൻഫ്ലമേഷനോ നീർക്കെട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി. അതർവൈസ് അല്ലാന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമുള്ളൊരു അപകടകാരിയല്ല. തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നോർമൽ ഒരു സ്കിന്ന് തൊടുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ അത് സ്കിൻ ടാഗാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് പൈൽസ് ആവാനാണ് ചാൻസ് കൂടുതലുള്ളത്. ഈ ഡെലിവറിയിലും ഇങ്ങനെ വരാറുണ്ടോ? ഡെലിവറിയിലാണ് പൊതുവെ സ്ത്രീകൾക്ക് വളരെ കോമൺ ആയിട്ട് വരാറുള്ളത്. അതിനുശേഷമാണ് നമുക്ക് പേഷ്യൻസും കൂടുതലുള്ളത്. പേഷ്യൻസ് കൂടുതൽ വരുന്നത് പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടാകുന്ന പൈൽസ് ഫിഷർ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് വരാറുള്ളത്. എസ്പെഷ്യലി ഫിഷർ. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിന് മലം കട്ടിയാവുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ചിലർക്ക്. അതിനെ തുടർന്നിട്ട് അവിടെ മുറിവുകൾ ഉണ്ടാവുകയും അതികഠിനമായിട്ടുള്ള വേദന, അവർക്ക് കുഞ്ഞിന് പാല് കൊടുക്കേണ്ടി വരും, ഉറക്കൊഴിക്കേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ ഈ പെയിനും കൂടെ ആവുന്ന സമയത്ത് അവർ വളരെ കണ്ണുനീരോട് കൂടിയാണ് ചില പേഷ്യൻസിൻ്റെ അടുത്ത് വരാറുള്ളത്.
അപ്പോൾ നമുക്ക് അതിന് കറക്റ്റായിട്ടുള്ള ഹോമിയോ മെഡിസിൻസ്, ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. റെറ്റാനിയ, കൊളിൻസോണിയ ഒക്കെ പോലെയുള്ള ഒരുപാട് മരുന്നുകൾ ഹോമിയോയിൽ അവൈലബിൾ ആണ്. എന്താണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അക്യൂട്ടായിട്ടുള്ള ഫിഷർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ്? പൈൽസിനും ഫിഷറിനും നമുക്ക് കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടത് ചിക്കൻ, മുട്ട, ഇതൊക്കെ എല്ലാവർക്കും ബാധകമാവാറില്ല. ചില പേഷ്യൻസിന് ഇത് കഴിക്കുമ്പോഴും അവർക്ക് മോഷനൊക്കെ നോർമലായിരിക്കും, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. മൈദ അടങ്ങിയിട്ടുള്ള പൊറോട്ട, അതുപോലെ തന്നെ കുബൂസൊക്കെ പോലെയുള്ള സംഭവങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൽ വേറെ ഫൈബറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു എന്താ പറയുക, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് പച്ചക്കറികളും കൂടെ ആഡ് ചെയ്ത് ഫില്ല് ചെയ്ത് കഴിക്കാമെന്നുണ്ടെങ്കിൽ വേറെ വലിയ ഉപദ്രവകാരിയൊന്നുമല്ല, കഴിക്കാം. പൊറോട്ട കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് വെജീസ്, പച്ചക്കറികൾ ആഡ് ചെയ്തിട്ട് കഴിക്കുക. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ടത് ചിക്കൻ, മുട്ട. അത് ബുദ്ധിമുട്ടുകളുള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അത് എല്ലാ നോൺ വെജും. മീൻ കഴിക്കാം. മീൻ കഴിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് കറി വെച്ചിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടെ ശ്രദ്ധിക്കുക. പുറത്തുനിന്നുള്ള ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് മാക്സിമം ഒഴിവാക്കുക. പാക്കറ്റ് ഫുഡുകൾ ഒഴിവാക്കുക. അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട 2 ഭക്ഷണങ്ങളാണ്. ഒന്ന് നിലക്കടലയും അതുപോലെ പൈനാപ്പിളും. പലർക്കും ഇത് അറിയില്ല. ഈ 2 ഫുഡ് ഐറ്റംസും നമുക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ട് പൊതുവെ, പൈൽസ് എന്നുള്ളതല്ല ഫിഷറിൻ്റെ ബുദ്ധിമുട്ടും പൊതുവെ കൂട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ മാക്സിമം ഇത് 2ഉം ഒഴിവാക്കുക. പിന്നെ പച്ചക്കറികൾ പല പേഷ്യൻസും പറയാറുണ്ട്, ഇലക്കറികളൊക്കെ കുറേ കഴിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല എന്നുള്ളത്. അതിൽ തന്നെ മുരിങ്ങയുടെ ഇല ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ നമ്മൾ ഒഴിവാക്കേണ്ടത് ബാക്കി എല്ലാ പച്ചക്കറികളും നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് വെണ്ടയ്ക്ക, കോഴയ്ക്ക, അതുപോലെ തന്നെ വഴുതനങ്ങ, ഈ പച്ചക്കറികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. കുറച്ചുകൂടെ വഴുവഴുപ്പുള്ള പച്ചക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ശോധന ക്ലിയർ ആവുകയും അതിനെ തുടർന്നിട്ട് ഈ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മാക്സിമം സ്ട്രെസ് ഒഴിവാക്കുക. ഈ സ്ട്രെസ്സ് പലപ്പോഴും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാറുണ്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിൻ്റെ ഉള്ളിലുള്ള കോർട്ടിസോളൊക്കെ പോലെയുള്ള പല പല ഹോർമോണുകളുണ്ട്. ഇത് പലപ്പോഴും ദഹനത്തിനെ ബാധിക്കാറുണ്ട്. ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പലപ്പോഴും ദഹനത്തിനെ ബാധിക്കും. അതിനെ തുടർന്ന് മലബന്ധം കാര്യങ്ങളുണ്ടാവും. അതുകൂടാതെ തന്നെ നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതിലോട്ട് നയിച്ചേക്കാം. അപ്പോൾ മാക്സിമം സ്ട്രെസ് ഒഴിവാക്കുന്നതും നല്ലതാണ്. പിന്നെ സിറ്റിംഗ് ജോബ്, ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. എസ്പെഷ്യലി നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് അബ്രോഡിൽ നിന്ന് കോളുകൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഈ IT പ്രൊഫഷൻ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രൊഫഷൻ, ഡ്രൈവിംഗ് ആൾക്കാർ, ഇവർക്കൊക്കെ ഈ ബുദ്ധിമുട്ട് വളരെ കോമൺ ആണ്. അതിൻ്റെ മെയിൻ കാരണം സിറ്റിംഗ് ആണ്. ഞാൻ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ മാക്സിമം ചൂടും കൂടി ആവുമല്ലോ അബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ. മാക്സിമം പറയാറുള്ളത് പാൻസ്, ജീൻസ് പാൻസ് ഒഴിവാക്കുക. നോർമൽ പാൻറ്റുകളോ അല്ലെങ്കിൽ മുണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് ബീഡ്സ് ഉണ്ടല്ലോ, മുത്തുകൾ, ചൂരലിൻ്റെ ഒക്കെ മുത്ത് കിട്ടും, അത് ചെയറിലിടുക. അപ്പോൾ നമുക്കൊരു സർക്കുലേഷൻ ആ ഏരിയയിലോട്ട് കൂടുകയും നമുക്ക് ആ കണ്ടീഷനൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് സിറ്റ് ബാത്ത് ചെയ്യാം. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരു വട്ടപാത്രത്തിൽ കുറച്ച് വെള്ളം, ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് കല്ലുപ്പിടുക, അതിൽ ഇരിക്കുക. അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തുള്ള സർക്കുലേഷൻ കാര്യങ്ങൾ കൂട്ടുകയും, ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഉള്ള കെട്ടി നിൽക്കുന്ന ഒരു പ്രോസസ്സ് ഇല്ലാതാവുകയും സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ഇതൊക്കെ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 2 നേരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ദിവസവും 2 നേരം ചെയ്യുന്നതാണ് നല്ലത്. പൈൽസ് എന്നുള്ളതല്ല, ഫിഷറിൻ്റെയും. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ടൈം ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും.